ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രൊമോയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മുടെ രവി ഇങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന സമയത്ത് നമ്മുടെ ശ്രുതി ഇങ്ങനെ ഫോൺ വിളിക്കുന്നുണ്ട്, ആക്സിഡൻറ്റിൻ്റെ ഒക്കെ കാര്യം പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ രവി ശ്രുതിയോട് ചോദിക്കുന്നുണ്ട്, എന്താ മോളെ നീ ആക്സിഡൻ്റ് ഒക്കെ കാര്യം പറയണത് എന്താണ് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ശ്രുതി പറയുന്നത് നമ്മുടെ രേവതി ചേച്ചിക്ക് ഒരു ആക്സിഡൻറ്റ് പറ്റി അച്ഛാന്നൊക്കെ പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോഴേക്കും നമ്മുടെ രവിക്കാണെങ്കിൽ വല്ലാത്ത വിഷമം വന്നിട്ട് തൂണിനോടൊക്കെ ചാരിയിട്ട് കരയാൻ തുടങ്ങുന്നുണ്ട്. കുറേ നേരം വൈകിട്ട് സച്ചിനെയും രേവതിനെയും കാണാത്ത സമയത്ത് നമ്മുടെ രവി ശ്രീകാന്തനോടും വർഷോടും പറയുന്നുണ്ട്, എന്താ അവരെ കാണാത്ത, നമ്മൾ രേവതിക്ക് വല്ലാത്ത ആക്സിഡൻറ്റ് പറ്റിയെന്ന് തോന്നുന്നു, അതാണ് സച്ചി വിവരം അറിയിക്കാത്ത, അതാണ് രേവതി മോൾ എന്നെ വിളിക്കാത്തതെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അവർ വരുന്നുണ്ട്. അപ്പോഴേക്കും അത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ സച്ചി രേവതിയും കാറിൽ വന്ന് ഇറങ്ങണത്. രേവതിക്കാണെങ്കിൽ ഇറങ്ങാൻ പറ്റില്ല, അവളുടെ കാലിൽ ഫ്രാക്ചർ കാരണം ഇറങ്ങാൻ പറ്റില്ല. രേവതിനെ എടുത്തും കൊണ്ടാണ് നമ്മുടെ സച്ചി വരുന്നത്. എന്തായാലും രേവതി കൊണ്ടുപോയി റൂമിൽ കടത്തുന്ന സമയത്ത് നമ്മുടെ ശ്രുതിയും കൂടി റൂം ഒഴിഞ്ഞു തരാൻ പറയുന്നുണ്ട്. ആ സമയത്ത് സച്ചി പറയുന്നുണ്ട്, രേവതിക്ക് 6 ആഴ്ച റെസ്റ്റ് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് അവൾക്ക് കംപ്ലീറ്റ് റെസ്റ്റ് വേണം, അതുകൊണ്ട് ഈ റൂം ഒഴിഞ്ഞ് തരാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ശ്രുതി രേവതിയെ കളിയാക്കി പറയുന്നുണ്ട്, നിങ്ങൾ റൂം കെട്ടാന്ന് വിചാരിച്ച സമയത്ത് തന്നെ നിങ്ങൾക്ക് ആക്സിഡൻറ്റ് സംഭവിച്ചു, നിങ്ങൾക്ക് എന്നും മൂട്ടടി കൊതുകിൻ്റെയൊക്കെ കടി കൊണ്ടിട്ട് കിടക്കാനുള്ള യോഗയുള്ളൂ, നിങ്ങൾക്ക് നല്ല മുറിയിൽ കിടക്കാനുള്ള യോഗമില്ല, അതുകൊണ്ടാണ് റൂമിൻ്റെ കാര്യം പറഞ്ഞപ്പോഴേക്കും എൻ്റെ കാലൊടിഞ്ഞെന്നൊക്കെ പറഞ്ഞ് രേവതിയെ കളിയാക്കുന്നുണ്ട്. എന്തായാലും ഇതൊക്കെ കേൾക്കുമ്പോൾ സച്ചിക്കാണെങ്കിൽ വല്ലാത്ത ദേഷ്യം വരുന്നുണ്ട്. രേവതി ശ്രുതിയോട് തട്ടിക്കയർക്കുന്നുണ്ട്. പിന്നെ കാണിക്കണം നമ്മുടെ സച്ചി രേവതിയോട് പറയുന്നുണ്ട്, ഈ ആക്സിഡൻറ്റിൽ പിന്നിൽ ആരുടെ കൈയുണ്ട്, അതെന്തായാലും ഞാൻ കണ്ടെത്തും, ഇതിൻ്റെ പിന്നിൽ ആരോ കളിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കേണ്ടത്. ഇതുപോലുള്ള പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിൽ എത്താൻ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.